വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനും ഉണ്ടാക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ തീർന്നു പോകുന്ന ഒരു ബീഫ് വരട്ടിനെ പറ്റി നമുക്കിന്ന് പറയാം. അതുണ്ടാക്കാനായിട്ട് നല്ല ബീഫും ഉപ്പും മഞ്ഞളും മുളകും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും ഇതിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇഞ്ചി അരിയാൻ കട്ടിംഗ് പാഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ വല്ലവന് പുല്ലുമായുധം എന്നൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ എന്തായാലും ആ പുല്ല് ആയുധം വെച്ച് ഞങ്ങൾക്ക് നല്ലപോലെ കട്ട് ചെയ്തിട്ടു. അതിലോട്ട് കുറച്ച് ചെറുകളിലും ഇട്ട് അത് കുക്കറിൽ പ്രഷർ അടിക്കാൻ വെച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പപ്പടം മുളക് പൊടിയും വിതറി വറുത്തെടുത്തു. പിന്നെ ഈ അര നടത്താൻ പോകുന്നത് കപ്പലിലെ ക്യാപ്റ്റനാണ്. പുള്ളി കപ്പലോടിക്കാൻ വിദഗ്ധനാണ്. അപ്പോൾ കപ്പലോടിച്ച് ഫ്രീ കിട്ടുന്ന സമയത്ത് കിച്ചണിൽ പോയി ഷെഫിനെ പാത്രം കഴുകാനും ചമ്മന്തി അരയ്ക്കാനും സഹായിക്കും. പിന്നീട് കിട്ടുന്ന വിശ്രമ സമയങ്ങളിൽ കടലിലെ തിര എണ്ണയിരിക്കലാണ് പുള്ളിയുടെ മെയിൻ പരിപാടി. എന്തായാലും നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാൻ എൻ്റെ പണികൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഉരുളി അടുപ്പത്ത് വെച്ചു, ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നല്ല ഫ്രഷ് കറിവേപ്പില തൊട്ടപ്പുറത്തെ മരത്തുമെന്ന് ലൈവായിട്ട് പൊട്ടിച്ചെടുത്താണ്. അതിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചെറിയ ഉള്ളി മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരുന്നത് കേട്ടോ. അത് നല്ലപോലെ വരട്ടി എടുത്തതിന് ശേഷം മഞ്ഞളും മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിൽ ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോഴേക്കും ബീഫ് നല്ലപോലെ വെന്ത് ആ ബീഫിൽ നിന്നുള്ള കുറച്ച് നെയ്യ് അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ വാട്ടിയെടുത്തു. എല്ലാ നെയ്യും ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് കഷ്ണങ്ങൾ മാത്രം ഊറ്റിയെടുത്തിട്ട് അതിലോട്ടിട്ടു. പിന്നെയാണ് പരിപാടികൾ തുടങ്ങണേ. ഇളക്കി ഒരു വഴിയാവും. നല്ലപോലെ കറുത്ത് കിട്ടണമല്ലോ ബീഫ്. അപ്പോഴേക്കും നമ്മുടെ മെയിൻ ഷെഫ് ചോറ് ഗ്യാസുമ്മ കയറ്റിയായിരുന്നു. അങ്ങനെ നല്ല ചൂട് ചോറും ബീഫ് 1.5 കിലോ വാങ്ങിയതാണ് ആക്ച്വലി. പക്ഷെ ഉണ്ടാക്കി വന്ന് കഴിക്കാറായപ്പോഴേക്കും 1/2 കിലോ ആയി മാറി. 1/2 കിലോ ആയി മാറിയ ബീഫിലോട്ട് ഇനിയും കൈവച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പോലും കഴിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ വൈകിയാണ് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു കഷ്ണവും പപ്പടം കൂട്ടി ഞാനൊന്ന് ഒരു ബൈറ്റ് കഴിച്ചു പോയി. കൊള്ളാം, എന്നത്തെയും പോലെ പൊളി സാധനം തന്നെ. അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായ വെറൈറ്റിയിൽ നല്ല ഉരുളൊക്കെ ഉരുട്ടി നല്ലപോലെ കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ വേറൊരു സുഹൃത്ത്, ആൾക്ക് സംഭവം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചട്ടി പഠിക്കുന്ന ടീം സൈഡിൽ നിന്ന് പണി തുടങ്ങിയായിരുന്നു. ചട്ടി പഠിക്കൽ ഒരു കല തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു കലാകാരനാണ് ഈ കപ്പിത്താൻ. ആൾക്ക് സംഭവം ക്യാപ്റ്റനാണെങ്കിലും ചട്ടി പഠിക്കൽ ഒരു ഹരം തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പരസ്പരം എൻജോയ് ചെയ്ത് കഴിച്ചു. അത്രയേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം ലെസ് ഫോർ ഫുഡ്.